ഇന്ന് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് യൂണിക്കോൺ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. യൂണിക്കോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടും. ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ യൂണിക്കോൺ ഞാൻ ഗൂഗിൾ നോക്കി വരച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന വൈറ്റ് കാർഡ്ബോർഡാണ് ഞാനിവിടെ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കാർഡ്ബോർഡൊക്കെ എടുത്ത് വെക്കുക. കാരണം ഇതുപോലുള്ള നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ അത് വെച്ച് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള ചെറിയ മക്കൾക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഗിഫ്റ്റായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതല്ല, ഇത് ചെറിയ മക്കൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂണിക്കോൺ എന്ത് വെച്ചിട്ടാണോ കട്ട് ചെയ്തിട്ടുള്ളത്, അതായത് യൂണിക്കോൺ നമ്മളൊരു കാർഡ്ബോർഡിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്ട്രിപ്പ് അടക്കം കാർഡ്ബോർഡ് വെച്ചിട്ടാവണം, അല്ലെങ്കിൽ അത് ശരിക്കും നിൽക്കത്തില്ല. ഇനി നിങ്ങൾക്ക് വല്ല സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാനിട്ട് ഷോർട്സിലൊക്കെ കമൻറ്റ്സ് കാണുമ്പോൾ ഐ എം സോ ഹാപ്പി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് യുവർ ലവ്.